എന്താണ് വിശേഷം? സുഖല്ലേ എല്ലാവർക്കും? ഇന്ന് വേറൊന്നുമില്ല. ഇന്ന് ചെയ്യാൻ പോകുന്നത്, ഞങ്ങൾ ഉച്ചയ്ക്ക് ചില സമയത്ത് ഓട്സാണ് കഴിക്കുന്നത്. അപ്പം അത് ഉണ്ടാക്കും. അറിയാത്തതൊന്നുമല്ല. പിന്നെ എന്താണ് സോറോൻ്റെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ ഡെയിലി ചില കാര്യങ്ങൾ ചെയ്യുമല്ലോ, അതൊക്കെ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുന്നു. പിന്നെ കുറച്ച് ക്യാരറ്റ് കിട്ടിയായിരുന്നു കുറച്ച്. അപ്പോൾ ക്യാരറ്റ് മെഴുക്കോട്ടി, ചോറും മീൻകറിയും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് ചെറിയൊരു വ്ളോഗായിട്ട് എടുക്കാമെന്ന് കരുതി. ഓക്കെ, അപ്പോൾ എന്നാ കണ്ടാലോ? വായോ. നമുക്ക് ഈ ഓട്സാണ് എടുത്തേക്കുന്നത്. പൊട്ടിച്ചിട്ട് കുറേ നാളായി. ഞാൻ നമ്മുടെ പേളിമാണിയുടെ ചാനലിൽ കണ്ടിട്ട് വാങ്ങിയതാണ്. അവരുടെ പ്രൊമോഷൻ തോന്നുന്നു. പിന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. കുറച്ച് വെള്ളം മതിയാവില്ലേ? കുറച്ചല്ലേ ഉള്ളൂ, കഴിഞ്ഞു പോകും. മതി. പിന്നെ ഇച്ചിരി ഉപ്പിടാം. പിന്നെന്താ ചെയ്യുക, കുറച്ച് ക്യാരറ്റ്, വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമുക്ക് ഇത്രയും ഒരു ഗ്രീൻ പീസാണ് പച്ച. നമുക്ക് മസാല, ഈ നൂഡിൽസൊക്കെ ഇടുമ്പോഴത്തെ മസാലയാണ് കേട്ടോ. മസാല ഓട്സ് നമ്മൾ ഉണ്ടാക്കില്ലേ, അങ്ങനത്തെ മസാലയാണ്. ഇതിൽ നമ്മൾ ഉപ്പിട്ടു, ക്യാരറ്റ് ഇട്ടു. നമുക്ക് എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. ഇതിൽ ഉപ്പ്, പിന്നെ എന്താണ് മസാല ഇട്ടു, മാഗി മസാല. എന്തായി നോക്കിയാലോ. ഓട്സ് റെഡി. അടിപൊളി. ഇത് ഓട്സാണ്. ഓട്സ് ഇതെന്താണെന്നറിയോ, ഇത് ഈ നല്ലോണം വെന്ത് കേട്ടോ. മസാല നമ്മൾ ലുലുന്ന് മസാല പ്രത്യേകം വാങ്ങിട്ടും ഈ മസാല ഓട്സിന് ആണെന്നില്ല. നോക്കട്ടെ. ഉപ്പ് വെള്ളം ചേർക്കാം, ഇങ്ങനെ തിളപ്പിക്കാം. എനിക്ക് എപ്പോഴും ഇങ്ങനെ ഉപ്പ് കുടിക്കാൻ ചെയ്യാം. ഇവിടെ നിന്ന് നോക്കട്ടെ. കുക്കിംഗ് പ്രോ. അടുത്ത് പറയുന്നത് കുക്കിംഗ് എന്താ വേണ്ടേ? ക്യാരറ്റും സവാള ഇങ്ങനെ അന്വേഷിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ പച്ചമുളകൊക്കെ ഇടാം. ഞാൻ മടിയ, ഇത് മതി. നമ്മുടെ വീട്ടിൽ തേയിലല്ലേ. ഞാനിടുന്നുണ്ട്. നമുക്ക് മുളകിടാം, മഞ്ഞൾപ്പൊടി. ഇങ്ങനെ നന്നായിട്ട് ഇളക്കണം. ഉപ്പ്, ക്യാരറ്റ്, സവാള ഇടാം. നല്ല ടേസ്റ്റാണ് ക്യാരറ്റ്. ഇത് നന്നായിട്ട് ഇളക്കും. ഇനി അടുത്ത വീഡിയോ എടുക്കണം. ഞങ്ങളുടെ പന്നിക്കുട്ടിനെ കണ്ടോ നിങ്ങള്? ഞങ്ങളുടെ പന്നിക്കുട്ടിനെ കണ്ടോ? ലൈവ് അല്ല ഇത്. മുള്ളമ്മഞ്ഞാണി ഞങ്ങളുടെ ഡോളാണ്. ഡോള് ഇരിക്കുന്നുണ്ടോ? എടുത്തു കഴിഞ്ഞാൽ അനങ്ങത്തില്ല. ചൂട് കുഞ്ഞാണി. ഇത് സോറിന്റെ ചോറാണ്. ചെറുക്കിന് ചോറ് വേണം.
എന്താ ചെയ്യാ. ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് അവളെ ചെറുക്കണം. അവന് ഞങ്ങൾ എന്ത് കഴിച്ചാലും അവന് വേണം. ഇതിങ്ങനെ ആക്കി ഫ്രിഡ്ജിൽ വയ്ക്കും. അവന് ഭയങ്കര ചൂടാണ് എപ്പോഴും. ഇവിടെ ഉള്ള ആളല്ലല്ലോ. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത് ചോറ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വേഗം അവൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കേൾക്കണ്ടെന്നാണോ ഞങ്ങളുടെ കുഞ്ഞാറ്റിയാണ്. അവര് മീൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചോറ് മത്തങ്ങയും ക്യാരറ്റും കൂടെ പുഴുങ്ങി അന്ന് ഞാനൊരു വീടിട്ടുണ്ട്. അവരുടെ കാര്യം പറഞ്ഞത് മനസ്സിലാക്കിയിട്ട് അവിടെ കിടന്ന് കറങ്ങുമായി. ചോറുണ്ടപ്പോൾ അവനറിയാം അവന് ചോറാണെന്ന്. ഇതാ ഇവിടെ കിടക്കുവാണോ? സൗകര്യം എന്തുവാ ഇവിടെ ചെയ്യുന്നുണ്ടോ? വെള്ളരിക്കുന്നുണ്ടോ? വെള്ളരിക്ക എന്താ ചെയ്യ. മറ്റേ രാവിലത്തേക്കുള്ള ഉള്ളിയാണ് ചെയ്യുന്നത്. ബീൻസ് ഇറക്കി രാവിലത്തേക്ക് പിന്നെ ചൂടാക്കിയാൽ മതിയല്ലോ. ഇത് പീര. നമ്മളിങ്ങോട്ട് നമുക്ക് ഗ്രീൻ പീസ് കഴിക്കാൻ പോവാം. ഗ്രീൻ പീസ് എല്ലാം വെക്കാൻ അറിയാന്നുള്ളതല്ലേ, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ലല്ലോ. ഇതിനകത്തെല്ലാം ഉണ്ട്. ഇഞ്ചി ഒക്കെ എല്ലാം എളുപ്പപ്പണിയാണ്. ഈ വയറ്റിൽ എടുക്കുകയൊന്നുമില്ല. എല്ലാം ഒരുമിച്ചിട്ടങ്ങ് വേവിച്ചിട്ട് പിന്നെ കടുവറുത്ത് എടുക്കുകയുള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ വെക്കണമെന്നല്ല, അല്ലെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഗ്രീൻ പീസ് ഇടാം. വെളുത്തുള്ളിട്ടു. അത് കഴിഞ്ഞിട്ട് ഇഞ്ചി, സവാള ഇട്ടു, ടൊമാറ്റോ, ഇഞ്ചി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മുളക്, മല്ലിപ്പൊടി. നമുക്ക് ഞാൻ ഉപ്പിടില്ല. കണ്ടോ, കഴിഞ്ഞ ഒരു വീഡിയോയിൽ ചില്ലി ചിക്കൻ ഉണ്ടാക്കിയ കഷ്ടപ്പാട് കണ്ടോ? കാണുന്നുണ്ടോ? എന്താ ക്യാരറ്റ് മെഴുക്കുവരട്ടി, നാരങ്ങയും ഡേറ്റ്സും നെല്ലിക്ക, മീൻ പീര. It's a human sacrifice. That is a movie. That is a movie. മത്തി. വാങ്ങിയതാ. ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ ഞാൻ ഗ്രീൻ പീസ് ഉണ്ടാക്കിയില്ലേ, അതാണേ. രാവിലെ ചപ്പാത്തിക്ക് ഗ്രീൻ പീസ് കറി, ജസ്റ്റ് തൈര്. ഇതാണ് രാവിലത്തെ ഭക്ഷണം കേട്ടോ.